നമസ്കാരം, എല്ലാവർക്കും സഹാര റേസ് പ്ലസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മുടെ മാരത്തോൺ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിന് മുന്നേ കുറച്ചൊക്കെ കഴിഞ്ഞല്ലേ സ്യൂട്ടിക്സും കോളേജ് ഹോസ്പിറ്റൽ, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നടത്തി. അപ്പോൾ ഇന്ന് നമുക്കിത് സ്യൂട്ടിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് മെയിനായിട്ടും ഇമൾഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഈസ് ഹൈ ഇൻ. എവിടെയാണ് റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഹൈ ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഹൈ ആയിരിക്കുന്നത്? നമ്മൾ ഇമൾഷന്റെ കാര്യം പഠിക്കുമ്പോൾ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ കൂടുതൽ ഇരിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിലാണ് അല്ലെങ്കിൽ ഫ്ലോക്കുലേറ്റഡിലാണ് എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഹൈ ആയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അവിടെ ഫ്ലോക്കുലേറ്റഡിലാണ് സെഡിമെന്റേഷൻ കൂടുതലായിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാർട്ടിക്കിൾ സൈസ് കുറച്ചുകൂടെ സൈസ് ഹെവിയർ ആയിരിക്കും. അപ്പോൾ ആ ഹെവിയർ ആയിരിക്കണം. നമുക്കറിയാം, ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് തീരെ നൈസ് പൗഡറും കുറച്ച് എന്താണ് കോഴ്സ് ആയിട്ടുള്ള പൗഡേഴ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ കോഴ്സ് പൗഡർ ആയിരിക്കും ആദ്യം താഴേക്ക് പോവുക, അല്ലേ? സെഡിമെന്റ് കുറച്ച് വെയിറ്റ് കൂടിയ വസ്തുക്കളല്ലേ എത്രയും പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുക. അപ്പോൾ അത് തന്നെയാണത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വെയിറ്റ് കൂടിയ വസ്തുക്കളാണ് എത്രയും പെട്ടെന്ന് താഴേക്ക് സെഡിമെന്റേഷൻ റേറ്റ് അവിടെയാണ് അവർക്ക് കൂടുതലാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഹൈ ഇൻ ഫ്ലോക്കുലേറ്റഡിൽ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാം. ഇൻ ഫ്ലോക്കുലേറ്റഡ് സിസ്റ്റം പാർട്ടിക്കിൾസ് ഫോം എ ലൂസ് അഗ്രിഗേറ്റഡ്. അവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ലൂസ് ആയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ലൂസ് അഗ്രിഗേറ്റഡ് ആണ്. ദീസ് ഫ്ലോക്കിൾസ് ആർ ലാർജ് ആൻഡ് ഹെവിയർ ദാൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഫ്ലോക്കിൾസ് എന്താണ്? ലാർജും അതുപോലെ തന്നെ ഹെവിയറും ആണ്, അല്ലേ? ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഫ്ലോക്സ് ഒക്കെ എന്താണ്? ലാർജ് ആൻഡ് ഹെവിയർ ദാൻ ഇൻഡിവിജ്വൽസ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ത് ചെയ്യാണ്? റേറ്റ് ഓഫ് സെഡിമെന്റേഷനും കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്തത് ഡീഫ്ലോക്കുലേറ്റഡിൽ ഇൻ എ ഡീഫ്ലോക്കുലേറ്റഡ് സിസ്റ്റം പാർട്ടിക്കിൾസ് റിമെയിൻ ഇൻഡിവിജ്വൽ. അവിടെ എന്താണ്? പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അവർ തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ അവിടെ എന്തായിരിക്കും? ഒരു ഫൈൻ സ്റ്റേജ് ആയിരിക്കും, അല്ലേ? ഒരു ഫൈൻ പൗഡറിൻ്റെ ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഡിക്രീസ് ആയിരിക്കും, അല്ലേ? സെഡിമെന്റേഷൻ ആവാനും വളരെ താമസിച്ച് സെഡിമെന്റേഷൻ നടക്കത്തുള്ളൂ. ഇൻ ഡീഫ്ലോക്കുലേറ്റഡ് സിസ്റ്റം particles remain as individual discrete entity. These smallest particles settle more slowly due to their lower effective mass. എന്താണ് അവിടെ സെഡിമെന്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? വളരെ പതുക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സെഡിമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അത് ഇത്രയും രണ്ട് ഓർമ്മിച്ച് വച്ചാൽ മതി. ഡീഫ്ലോക്കുലേറ്റിൽ അവിടെ എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സെഡിമെന്റേഷൻ നടക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. ഫ്ലോക്കുലേറ്ററിൽ എന്ന് പറയുന്നത് അവിടെ ഒരു പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? സെഡിമെന്റേഷൻ നടക്കുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഫോർ ഐഡിയൽ സസ്പെൻഷൻ ദ സെഡിമെന്റേഷൻ വോളിയം ഷുഡ് ബി. ഒരു ഐഡിയൽ സസ്പെൻഷനിലെ സെഡിമെന്റേഷൻ വോളിയം എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം? അത് 0 ആയിരിക്കണം, ഈക്വൽ ടു 1, മോർ ദാൻ 1, ലെസ് ദാൻ 1. ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമ്മൾ അവിടെ സ്റ്റോക്ക് വോളിയംസ് പഠിച്ചല്ലേ? സ്റ്റോക്ക് വോളിയം പഠിച്ച സമയത്ത് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ പഠിച്ചതാണ്. അവിടെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കണം, അല്ലേ? അവിടെ സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ടു 1 ആയിരിക്കണമെന്ന് നമ്മുടെ സ്റ്റോക്ക് ലോ പ്രകാരം നമ്മൾ അവിടെ പഠിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, എന്താണ് ആൻസർ? ഈക്വൽ ടു 1. For an ideal suspension, the sedimentation volume should be equal to 1, indicating the stability and uniform distribution of particles within the suspension. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് എന്താണ്? ഒരു
അതിൻ്റെ അകത്തെ പാർട്ടിക്കിൾസ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് ഫോംസിൽ നമുക്ക് അവൈലബിൾ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പാർട്ടിക്കിൾസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നെ കിടക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ ഈസ് ഇൻക്രീസ്ഡ് വിത്ത്. ഒരു സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. ദ സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ ഈസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, ഡിക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, നോ ചാർജ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, നൺ ഓഫ് ദംസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, ഡിക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, നോ ചേഞ്ചസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ, നൺ ഓഫ് ദംസ്. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൽ നോക്കുമ്പോൾ അപ്പം നമുക്കൊരു ഡൗട്ട് വരുമല്ലേ, എന്താണ് സെറ്റാ പൊട്ടൻഷ്യൽ എന്നൊരു ഡൗട്ട് നമുക്ക് വരത്തില്ലേ? അപ്പോൾ സെറ്റാ പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സെറ്റാ പൊട്ടൻഷ്യൽ ഈസ് എ മെഷർ ഓഫ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. എന്താണ്? അതൊരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ മെഷറാണ് അറ്റ് ദ സ്ലിപ്പിംഗ് പ്ലെയിൻ എറൗണ്ട് ദ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ. അത് ആ ഒരു പാർട്ടിക്കിൾസിലെ സസ്പെൻഷൻ തമ്മിലുള്ള ഒരു സ്ലിപ്പിംഗ് പ്ലെയിനെ ആ ഒരു പാർട്ടിക്കിൾസിൽ മൊത്തവും എന്ത് ചെയ്യുന്നുള്ളത്, ആ ഒരു എന്താണ് നമ്മൾ പറയുന്നത്, ഒന്നുകിൽ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലെയിൻ എറൗണ്ട് ദ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻസ്. എന്താണ്? അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ടല്ലേ, അത് കറക്റ്റ് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു സെറ്റാ പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു മീറ്റർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റാ പൊട്ടൻഷ്യൽ ഈസ് എ മെഷർ ഓഫ് ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സ്ലിപ്പിംഗ് പ്ലെയിൻ അറൗണ്ട് ദ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻസ്. അതെന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻ. കൊളോയിഡൽ ഡിസ്പേർഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടെയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ സെറ്റാ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിവിടെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ സെറ്റാ പൊട്ടൻഷ്യൽ ഓഫ് പാർട്ടിക്കിൾസ് in a suspension enhance the electrostatic repulsion between them, thereby increasing the stability of suspension. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസ് ഇൻ സെറ്റാ പൊട്ടൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടു മാസ്ക് ദ ബിറ്റർ ടേസ്റ്റ് ഓഫ് ക്ലോറാംഫെനിക്കോൾ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻറ്റു സാൾട്ട് ഓഫ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, നമ്മൾ സസ്പെൻഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിനെ സസ്പെൻഷൻ ഫോമിലും ഇമൾഷൻ ഫോമിലൊക്കെ മാറ്റുന്നത് എന്തെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിൻ്റെ ഒരു ബാഡ് ഓർഡറോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റോ ഒക്കെ ഒന്ന് മാസ്ക് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമൾഷനും സസ്പെൻഷനും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചു. ക്ലോറാംഫെനിക്കോളിന് ബിറ്റർ ടേസ്റ്റ് ആണ്. അപ്പം അത് മാസ്ക് ചെയ്യാൻ അല്ലേ, അതിൻ്റെ ആ ബിറ്റർ ടേസ്റ്റിനെ ഒഴിവാക്കാൻ നമ്മൾ അവിടെ എന്താക്കിയാണ് മാറ്റുന്നത്? ഏത് സാൾട്ടും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അന്ന് പഠിച്ചു നമ്മൾ ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് ആണ് എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പം ഇവിടെ എന്തായിരിക്കും നോക്കൂ ഓപ്ഷൻ? പാൽമിറ്റേറ്റ്, സക്സിനേറ്റ്, സോഡിയം ഒലിയേറ്റ്. അപ്പം ഇതൊന്നുമല്ല നമ്മൾ പഠിച്ചത് ഏതാണ്? പാൽമിറ്റേറ്റ് ആണല്ലേ. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പാൽമിറ്റേറ്റ് തന്നെയാണ്. അപ്പം നോക്കാം, ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് ഈസ് എ പ്രോഡ്രഗ് ഫോം ഓഫ് ക്ലോറാംഫെനിക്കോൾ. എന്താണ് ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത്? പ്രോഡ്രഗ് ആണ്. എന്തിൻ്റെ പ്രോഡ്രഗ്സ്? ക്ലോറാംഫെനിക്കോളിൻ്റെ തന്നെ ഒരു പ്രോഡ്രഗ്സ് ആണ്.
അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കൂ. ദാറ്റ് ഈസ് യൂസ്ഡ് ടു മാസ്ക് ദ ബിറ്റർ ടേസ്റ്റ്. എന്താണ്? ആ ക്ലോറാഫെനിക്കോളിന്റെ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ പാൽമിറ്റേറ്റ് എസ്റ്റർ ഫോം ഈസ് ടേസ്റ്റ്ലെസ് ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഓറൽ സസ്പെൻഷൻ. അപ്പൊ ഇത് എന്തായിട്ടാണ്? നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അത് ഓറൽ സസ്പെൻഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർലി ഫോർ പീഡിയാട്രിക് യൂസ്. ആർക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറാംഫെനിക്കോള്? അത് പീഡിയാട്രിക്, പർട്ടിക്കുലർലി ഫോർ പീഡിയാട്രിക് യൂസ്. ഇംപ്രൂവ് ദ പേഷ്യൻ കംപ്ലൈൻസ് അല്ലേ. ഭയങ്കര കയ്പുള്ള സാധനം നമുക്ക് കുടിച്ചിറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫോമിലാക്കിയിട്ട് മാറ്റുന്നത്? ക്ലോറാംഫെനിക്കോളിൻ്റെ ബിറ്റർ ടേസ്റ്റിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്യും? പാൽമിറ്റേറ്റ് കൂടി ആഡ് ചെയ്ത് ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് എന്നുള്ള ഫോമിൽ കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ കണ്ടെയ്ൻസ്. അതിലുള്ള കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ ഏതൊക്കെ കാര്യങ്ങൾ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർന്നാണ് ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ എന്നുള്ള ഫോമിൽ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? അക്കേഷ്യ, ട്രഗകാന്ത്, സുക്രോസ്, ആൾ ഓഫ് ദ എബോ. അപ്പൊ ഇത് ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡറിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അക്കേഷ്യ അടങ്ങിയിട്ടുണ്ട്, ട്രഗകാന്ത് അടങ്ങിയിട്ടുണ്ട്, സുക്രോസ് അടങ്ങിയിട്ടുണ്ട്, അപ്പം പിന്നെ സ്റ്റാർച്ചും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൂടെ ചേർന്നിട്ടാണ് എന്താണ് ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് ഇമൾഷൻ? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇമൾഷന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, മിൽക്ക്, ബട്ടർ, മയണൈസ്, ആൾ ഓഫ് ദ എബോ. അപ്പൊ ഇതിൽ ഏതാണ്? മിൽക്ക് ഉണ്ട്, ബട്ടർ ഉണ്ട്, മയണൈസ് ഉണ്ട്, ആൾ ഓഫ് ദ എബോ ഉണ്ട്. അപ്പൊ മിൽക്ക്, ആദ്യത്തെ എന്താണ്? മിൽക്ക്. മിൽക്ക് എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ഇമൾഷനിൽ വരുന്നതാണ്. ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ, കാരണം അതൊരു ഫാറ്റ് ആണ്. ആ ഫാറ്റ് എന്തിലേക്ക്? വാട്ടറിലേക്ക് ഡിസ്പേഴ്സ് ആയിട്ടാണ് നമുക്ക് മിൽക്കിനെ കിട്ടുന്നത്. പിന്നെ ബട്ടർ നോക്കൂ. ബട്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇമൾഷൻ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഫാറ്റ്. അവിടെ എന്താണ്? വാട്ടർ, അവിടെ ഈ ബട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണ്. ഓക്കെ, ബട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണ്. അവിടെ സംഭവിക്കുന്നത് നോക്കാം. ബട്ടർ ഈസ് ആൻ ഇമൾഷൻ വേർ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഫാറ്റ്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എവിടെ ഡിസ്പേഴ്സ് ആവും? ഫാറ്റിലേക്ക് ഡിസ്പേഴ്സ് ആവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതും ഒരു ടൈപ്പ് ഇമൾഷൻ തന്നെയാണ്. അപ്പൊ അതും ഒരു ടൈപ്പ് ഇമൾഷൻ ആണ്. ആദ്യം പറഞ്ഞ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആണ് കേട്ടോ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. അത് അവിടെ ഓയിലായിട്ട് ആരാണ്? ഫാറ്റ് ആണ് ഓയിലായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് എന്തിലേക്ക് ചെയ്യും? വാട്ടറിലേക്ക് ഡിസ്പേഴ്സ് ആവുകയാണ്. അപ്പോഴും അത് ഇമൾഷന്റെ ക്ലാസ്സിൽ വരുന്നതാണല്ലേ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണത്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. പിന്നെ അടുത്തത് മയണൈസ് ആണ്. മയണൈസ് നമുക്കറിയാം അല്ലേ, 1-2 ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കിയാണ് മയണൈസ് എടുക്കുന്നതെന്നല്ലേ. എഗ്ഗും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം അതും ഒരു ഇമൾഷൻ തന്നെയാണ് അല്ലേ. അത് കഴിക്കാത്തവരായിട്ടൊക്കെ വേറെ അല്ലേ. അപ്പം അതും ഇമൾഷൻ തന്നെയാണ്. അപ്പോൾ ഈ മയണൈസ് എന്ന് പറയുന്നതും ഇമൾഷനിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദ എബോ ആണ് ആൻസർ എന്ന് പറയുന്നത്. നോക്കാം. മയണൈസ് ഈസ് ആൻ ഇമൾഷൻ വേർ ഓയിൽ ഡ്രോപ്ലെറ്റ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ മിക്സ്ചർ ഓഫ് വിനെഗർ ഓർ ലെമൺ ജ്യൂസ്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് എവിടെ ഡിസ്പേഴ്സ് ആവുമെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസില് ആണ് എന്താണ് ഡിസ്പേഴ്സ് ആവുന്നത്. അപ്പൊ അവരെന്താണ്? ഈ വിനെഗർ അല്ലെങ്കിൽ ലെമൺ എന്താണ്? വാട്ടർ ബേസ് ആണല്ലേ. അതൊരു വാട്ടർ ബേസ് ആണ്. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അപ്പം ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആയല്ലേ. അപ്പം ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണ്. ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇമൾസിഫയർ ലൈക്ക് എഗ്. അപ്പം ഇവിടെ ഒരു ഇത് നമുക്ക് ഫുഡ് പ്രോഡക്റ്റ് ആണല്ലേ. അപ്പം അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആരെ ആഡ് ചെയ്യും? എഗ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആരെയാണ് ആഡ് ചെയ്യുന്നത്? എഗ് ഓൾക്കിനെ ആഡ് ചെയ്യുന്നത്. അപ്പം അതിലെന്താ ഉള്ളത്? ആ എഗ് ഓൾക്കിൽ ആരാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ലെസിത്തിനാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എഗ് ഓൾക്കിൽ ആരാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ലെസിത്തിനാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാനിഷിംഗ് ക്രീം ആൻഡ് കോൾഡ് ക്രീം? അല്ലെ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ, എന്താണ് വാനിഷിംഗ് ക്രീം, എന്താണ് കോൾഡ് ക്രീം എന്നൊക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊക്കെ പഠിച്ചു. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കാം. ബോത്ത് ആർ എക്സാമ്പിൾ ഓഫ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ. അപ്പൊ അതാണോ, രണ്ടും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആണോ? അല്ലല്ലേ, രണ്ടും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ അല്ല. അടുത്ത നോക്കാം. വാനിഷിംഗ് ക്രീം ഈസ് ആൻ ഇമൾഷൻ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ വേറസ് കോൾഡ് ക്രീം ഈസ് വാട്ടർ ഇൻ ഓയിൽ. നമ്മൾ പഠിച്ചത് അങ്ങനെയാണല്ലേ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് അങ്ങനെയാണ്. എന്താണ് വാനിഷിംഗ് ക്രീം എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം അതാണ് കറക്റ്റ് ആൻസർ ആവാനുള്ള ചാൻസ്. അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത പോയിന്റും കൂടെ നോക്കാം. വാനിഷിംഗ് ക്രീം ഈസ് എ വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻ വേറാസ് കോൾഡ് ക്രീം ഈസ് എ ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ബോത്ത് ആർ എക്സാമ്പിൾ ഓഫ് വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻ. അപ്പൊ അതും അല്ല, രണ്ടുപേരും വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻ അല്ല. അപ്പൊ അവിടെയും ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ നമുക്ക് ശരിയായി കിട്ടുന്നത് ഏതാണ്? വാനിഷിംഗ് ക്രീം ഈസ് എ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ വേറസ് കോൾഡ് ക്രീം ഈസ് എ വാട്ടർ ഇൻ ഓയിൽ. അപ്പം നമ്മൾ വാനിഷിംഗ് ക്രീം കറക്റ്റ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു, എങ്കിൽ പോലും നമുക്കിത് ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വാനിഷിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? വാനിഷിംഗ് ക്രീം ആർ ടിപ്പിക്കലി ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. എന്താണ് അത്? ടിപ്പിക്കലി എന്ത് ടൈപ്പാണ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പാണ്. ആര്? വാനിഷിംഗ് ക്രീം. ഓക്കെ, Then when applied to the skin leaving a non-greasy feel എന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും? അത് ഒരു നോൺ ഗ്രീസി, അതിൻ്റെ പുറത്തുള്ള എന്ത് ചെയ്യും? വാട്ടറിനെയൊക്കെ അത് അബ്സോർബ് ഒക്കെ ചെയ്തിട്ട് എടുത്തിട്ട് അത് എന്തോ ഒരു തിൻ ലെയർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. വാനിഷ് വെൻ അപ്ലൈഡ് ടു ദ സ്കിൻ ലീവിങ് എ നോൺ ഗ്രീസി ഫീൽ. എന്താണ് അത്? നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നോൺ ഗ്രീസി, ഒരു ചെറിയൊരു ഫിലിം കണക്ക് നമ്മുടെ ബോഡിയിൽ അത് നിലനിൽക്കും. ഓക്കെ, ദ വാട്ടർ കണ്ടന്റ് ഇവാപറേറ്റ് ലീവിങ് എ തിൻ ലെയർ ഓഫ് ഇമോളിയന്റ് ടു ദ സ്കിൻ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതിന്റെ അകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്ത് പോകും. ആ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് അതൊരു തിൻ ഫിലിം കണക്ക് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. ഓക്കെ, അപ്പൊ അതാണെന്ന് പറയുന്നത് വാനിഷിംഗ് ക്രീം എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചോളൂ, ഡിഫറൻസ് ബിറ്റ്വീൻ വാനിഷ് ക്രീം ആൻഡ് കോൾഡ് ക്രീം. അപ്പൊ ഇവിടെ തന്നെ കിട്ടി. ഒന്നെന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണ്. ആര്? വാനിഷിംഗ് ക്രീം. അപ്പൊ അടുത്ത നമ്മുടെ കോൾഡ് ക്രീം എന്താണെന്ന് നോക്കാം. കോൾഡ് ക്രീം എന്ന് പറയുന്നത് കോൾഡ് ക്രീംസ് ആർ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ. അവരെന്താണ്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ ആണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കോൾഡ് ക്രീം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ ആണ്. ദേ ആർ നെയ്മഡ് ഫോർ ദ കൂളിംഗ് സെൻസേഷൻ ദേ പ്രൊവൈഡ് വെൻ അപ്ലൈഡ് ടു ദ സ്കിൻ. അപ്പൊ അത് നമ്മുടെ ദേഹത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഒരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ, ഒരു കൂളിംഗ് സെൻസേഷൻ പ്രൊവൈഡ് ചെയ്യും. ദീസ് ക്രീംസ് ആർ റിച്ചർ ആൻഡ് ലീവ്സ് എ മോർ ഓയിലി ഓർ ഗ്രീസി റെഡ്യൂസസ് ഓൺ ദ സ്കിൻ. അപ്പൊ അവ എന്ത് ചെയ്യും? അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓയിലിയും ഗ്രീസി ആയിരിക്കും അത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. വിച്ച് മേക്സ് ദ സ്യൂട്ടബിൾ ഫോർ മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ സ്കിൻ എസ്പെഷ്യലി ഇൻ ഡ്രൈ ഓർ കോൾഡ് വെതർ. അതിപ്പം എന്താണ് അറിയാല്ലേ? അപ്പൊ ആ ഒരു ഓയിൽ കണ്ടന്റ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി എന്താവും? കുറച്ചുകൂടെ സൂത്തനിങ് ആവും, കുറച്ചുകൂടെ ഒരു നനവുള്ള ഒരു ബോഡി കണക്കാവും അല്ലേ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മേക്ക് ദം സ്യൂട്ടബിൾ മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ സ്കിൻ. നമ്മുടെ ബോഡി എന്ത് ചെയ്യും? കുറച്ചുകൂടെ മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും? പ്രൊട്ടക്ടിങ് ദ സ്കിൻ എസ്പെഷ്യലി ഇൻ ഡ്രൈ സ്കിന്നുകാരാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഇത്തരം ക്രീംസുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ കോൾഡ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക, കോൾഡ് ക്രീം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ ആണ്. അതുപോലെ തന്നെ വാനിഷിംഗ് ക്രീം എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഇമൾസിഫയർ പ്രസന്റ് ഇൻ ദ മിൽക്ക് ദാറ്റ് മേക്ക് ഇറ്റ് സ്റ്റേബിൾ. അപ്പം മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഇമൾസിഫയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇമൾസിഫയർ പ്രസന്റ് ഇൻ ദ മിൽക്ക് ദാറ്റ് മേക്ക് ഇറ്റ് സ്റ്റേബിൾ. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഏത് ഇമൾസിഫയർ ആണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്നതെന്നാണ്. ആദ്യ ഓപ്ഷൻ നോക്കൂ. മാൾട്ടോസ്, ലാക്ടോസ്, ലാക്റ്റിക് ആസിഡ്, കേസിൻ. അപ്പോൾ ഇവിടെ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന
ഇമൾസിഫയർ എന്ന് പറയുന്നത് കേസിനാണ് കേട്ടോ. കേസിനാണ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇമൾസിഫയർ. കേസിൻ ഈസ് ദ പ്രോട്ടീൻ ഇൻ മിൽക്ക്. അതാണ് കേസിൻ എന്ന് പറയുന്നത്. മിൽക്കിലെ ഒരു പ്രോട്ടീൻ ആണ്. കേസിൻ ഈസ് ദ പ്രോട്ടീൻ ഇൻ മിൽക്ക് ദാറ്റ് സ്റ്റെബിലൈസ് ദ ഇമൾഷൻ. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു അല്ലേ? പ്രിവെന്റിങ് ദ ഫാറ്റ് ഫ്രം സെപ്പറേറ്റിംഗ് ഔട്ട്. എന്താണ്? നമ്മുടെ ആ മിൽക്കിലെ ഫാറ്റിനെ സെപ്പറേറ്റ് ആവാതെ അതുമായിട്ട് ജോയിൻ ചെയ്ത് വച്ചേക്കുന്നത് ആരുടെ പ്രസൻസ് കൊണ്ടാണ്? കേസിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ അല്ലേ? കേസിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്താണ് നമ്മുടെ മിൽക്കിലെ ഫാറ്റ് അതിൽ നിന്ന് സെപ്പറേറ്റ് ആവാണ്ട് ആ ഒരു മിൽക്ക് എന്നുള്ള ഫോമിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്പേർഷൻ ഓഫ് ലിക്വിഡ് ഇൻ അനദർ ലിക്വിഡ് ഈസ് കാൾഡ്? എന്ന് വെച്ചാൽ ലിക്വിഡും കൂടെ മിക്സ് ആവുന്നതിന് എന്താ പറയുന്നതെന്ന്. ഓക്കെ, ലിക്വിഡും നമ്മൾ പലതും പഠിച്ചു. സോളിഡും ലിക്വിഡും കൂടെ പഠിച്ചു. പിന്നെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സും ലിക്വിഡും കൂടെ പഠിച്ചു. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ? സെമി സോളിഡും പ്രിപ്പറേഷൻസും ലിക്വിഡ് പ്രിപ്പറേഷനും തമ്മിൽ മിക്സ് ചെയ്യുന്നത് പഠിച്ചു. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പരസ്പരം മിക്സ് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു. അപ്പം ഇവിടെ എന്തൊക്കെ തമ്മിലാണ് പറഞ്ഞിരിക്കുന്നത്? ലിക്വിഡ് ഇൻറ്റു അനദർ ലിക്വിഡ്സ്. ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡിലേക്ക് മിക്സ് ചെയ്യുന്നതിന് എന്താണെന്ന് പറയുന്നതെന്നാണ്. ഫസ്റ്റ് ജെല്ല്, ഫോം, ഇമൾഷൻ, എയറോസോള്. അപ്പം ഏതൊക്കെയാണ്? ജെല്ല്, ഫോം, ഇമൾഷൻ, എയറോസോള്. അപ്പം നമുക്ക് ജെൽ എന്തെന്ന് നോക്കാം. ജെൽ എന്തെന്ന് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ആൻസർ ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പം ജെൽ എന്താണ്? ജെൽ ഈസ് എ ഡിസ്പേസ്ഡ് സിസ്റ്റം വേർ ഈസ് ലിക്വിഡ് ഈസ് ഡിസ്പേസ്ഡ് ഇൻ എ സോളിഡ് നെറ്റ്വർക്ക്. അവിടെ ആരിലേക്കാണ്? ലിക്വിഡ് സോളിഡിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ലിക്വിഡ് സോളിഡിലേക്കാണ്. അപ്പം ഇവിടെ കറക്റ്റ് ജെൽ അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു അല്ലേ? അടുത്ത ഫോം. Foam is a dispersed system whereas the gas is dispersed in liquid or solid matrix. അവിടെ ആരാണ്? ഗ്യാസ് ആണ് ആരിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നത്? ലിക്വിഡ് ഓർ സോളിഡ് മാട്രിക്സിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നത്. ഓക്കെ, ഇവിടെ ഗ്യാസ് എവിടേക്ക് ഡിസ്പേഴ്സ് ആവും? ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് മാട്രിക്സിലേക്ക്. അപ്പം അതും അല്ല. അപ്പം ലിക്വിഡും അല്ല. അടുത്ത നോക്കൂ, എയറോസോളാ പറഞ്ഞിരിക്കുന്നത്. എയറോസോൾ അല്ലേ? നമ്മുടെ ഇൻഹേലറൊക്കെ എയറോസോളുകളാണ് അല്ലേ? ഇവിടെ നോക്കൂ, ആൻ എയറോസോൾ ഈസ് ആൻ ഡിസ്പേഴ്സ്ഡ് സിസ്റ്റം വേർ സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ഓർ ലിക്വിഡ്. അവിടെ എന്താണ്? ഒന്നുകിൽ ചെറിയ പാർട്ടിക്കിൾസ് ആയ സോളിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. അവർ ആരിലേക്ക് ഡിസ്പേഴ്സ് ആവുകയാണ്? ഗ്യാസിലേക്ക് ഡിസ്പേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ഓർ ലിക്വിഡ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് അല്ലേ? അവർ എവിടേക്ക് ഡിസ്പേഴ്സ് ആവുന്നതേ? ഗ്യാസിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നു. അപ്പം ആ സ്റ്റേറ്റ്മെന്റും എയറോസോളും അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു അല്ലേ? പിന്നെ ആരേ ഉള്ളൂ? ഇമൾഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരിക്കുമല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഇമൾഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇതാ നോക്കൂ, ദിസ് ടേം സ്പെസിഫിക്കലി റെഫേഴ്സ് ടു ദ ഡിസ്പേർഷൻ ഓഫ് one liquid within the another liquids. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡിലേക്കാണ് ഡിസ്പേഴ്സ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇമൾഷൻ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയില്ലേ? അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ജെൽ എന്താണെന്ന് പഠിക്കണം, ഫോം എന്താണെന്ന് പഠിക്കണം, എയറോസോൾ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം നമ്മൾ പഠിക്കുമ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഇമൾഷൻ വിച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റെബിലിറ്റി സ്റ്റെപ്പ് ഷുഡ് ബി പ്രിവെന്റഡ്. ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഇമൾഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇമൾഷന് അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ലേ? അത് കറക്റ്റ് ഫോമിൽ ഇരിക്കണമെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പഠിക്കും. ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഇമൾഷൻ വിച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റെബിലിറ്റി സ്റ്റെപ്പ് ഷുഡ് ബി പ്രിവെന്റഡ്. അതായത് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി സ്റ്റെപ്പ് ഷുഡ് ബി പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രേക്കിംഗ്, കൊയാലസൻസ്, ഫ്ലോക്കുലേഷൻ, ക്രീമിങ്. നമ്മൾ ഇതെല്ലാം നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഓരോന്നും എന്താണ് എന്ന്. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ.
ബ്രേക്കിംഗ് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്കിംഗ് എന്താണ്? ബ്രേക്കിംഗ് റെഫേഴ്സ് സെപ്പറേഷൻ ഓഫ് ആൻ ഇമൾഷൻ ഇൻ ടു ദ ഒറിജിനൽ ഫേസ് സച്ച് ആസ് ഓയിൽ സെപ്പറേറ്റിംഗ് ഫ്രം വാട്ടർ. എന്ന് വെച്ചാൽ അവ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കും. നമ്മളൊരു ഇമൾഷന്റെ അകത്ത് ആ ഇമൾഷൻ എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പോ അല്ലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പോ ആയിക്കോട്ടെ, അവിടെ ഈ ബ്രേക്കിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ ഇവ രണ്ടും സെപ്പറേറ്റ് ആവും. സാധാരണഗതിയിൽ അവ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസുകളായിട്ട് ആ ഡിസ്പേഴ്സ്ഡ് ഫേസിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇവ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? രണ്ടും രണ്ട് രീതിയിൽ കിടക്കും അല്ലേ? ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മളൊരു വെള്ളത്തിന്റെ മണ്ടയിലേക്ക് ഒരു ഓയിൽ ആദ്യം എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് മുകളിലേക്കും വെള്ളം താഴെയല്ലേ കിടക്കുന്നത്. അതേ ഫോമിൽ തന്നെ ഇവ രണ്ടും രണ്ട് രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നോക്കൂ, ഫ്ലോക്കുലേഷൻ എന്താണ്? ഫ്ലോക്കുലേഷൻ ഇൻവോൾവ്സ് ദ അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡ്രോപ്ലെറ്റ്സ് ഇൻടു ലാർജർ ക്ലസ്റ്റർ ഓഫ് ഫ്ലോക്സ്. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഇതിന്റെ അകത്ത് ഈ ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് ഉണ്ടാവും അല്ലെ? ആ ഗ്ലോബ്യൂൾസുകൾ തമ്മിൽ ചേർന്നിട്ട് എന്താവും? ചേർന്ന് അവ തമ്മിൽ കൂടി ചേർന്ന് പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കും. ആ യൂണിഫോമിറ്റി മാറി അത് കറക്റ്റ് യൂണിഫോം ആയിട്ട് കിടക്കാതെ ഇവ തമ്മിൽ കൂടി ചേർന്ന് ഒരു കൂട്ടമായിട്ട് കാണപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോക്കുലേഷൻ എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്രീമിംഗ് എന്ന് നോക്കൂ. ക്രീമിംഗ് ഈസ് എ migration of dispersed droplet within the emulsion to form a concentrated layer at the top or bottom of the കണ്ടെയ്നർ. അവിടെ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു ഇമൾഷൻ എന്ത് ചെയ്യും? ഇമൾഷന്റെ അകത്ത് അതെന്ത് ചെയ്യും? ഒന്നുകിൽ അത് ടോപ്പിൽ അല്ലെങ്കിൽ മുകളിൽ ആ ഗ്ലോബ്യൂൾസ് എല്ലാം കൂടെ വന്നിട്ട് ഒന്നുകിൽ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ താഴെ വന്നിട്ട് ആ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ താഴെയായിരിക്കും അത് കാണുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തോന്ന് ക്രീമിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? മൈഗ്രേഷൻ നടക്കും. ആർക്ക്? ഡിസ്പേഴ്സ്ഡ് ഡ്രോപ്ലെറ്റിന് മൈഗ്രേഷൻ സംഭവിച്ച് അവരെന്ത് ആയിട്ടൊരു ഒന്നുകിൽ ആ ഒരു മീഡിയത്തിന്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ താഴെയായിരിക്കും. അതിനെയാണ് നമ്മൾ ക്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാറിപ്പോകരുത്. ക്രീമിങ്ങും ബ്രേക്കിങ്ങും ഏകദേശം ഒരുപോലെയാണ്. അവിടെ രണ്ട് ഇൻഡിവിജ്വൽ ലെയർ ആയിട്ട് കാണും. ഇവിടെ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിന്റെ മുകളിൽ അല്ലെങ്കിൽ മൈഗ്രേഷൻ നടന്ന് ആ ഡിസ്പേഴ്സ്ഡ് ഗ്ലോബ്യൂൾസ് ഒന്നുകിൽ താഴെ വരാം, അതല്ലെങ്കിൽ മുകളിൽ വരാം. അതാണ് നമ്മൾ ക്രീമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കാം, കൊയാലസെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസുകൾ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് ചെറിയ ഗ്ലോബ്യൂൾസുകൾ തമ്മിൽ ചേർന്ന് ഒരു വലിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ കൊയാലസെൻസ് എന്ന് പറയുന്നത് കേട്ടോ. കൊയാലസെൻസ് occur when the individual droplets within the emulsion comes to contact and merge together, leading to the formation of large droplet. അതെ, ചെറിയ ഡ്രോപ്ലെറ്റ് കൂടി ചേർന്ന് ഒരു വലിയ ഡ്രോപ്ലെറ്റ് ആയി മാറുന്നതിനെയാണ് നമ്മൾ കൊയാലസെൻസ് പഠിക്കേണ്ടത്. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? കൊയാലസെൻസ് ആണ് കേട്ടോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൊയാലസെൻസ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. വാനിഷിംഗ് ക്രീം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എയറോസോൾ, ജെൽ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓർ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചതേ ഉള്ളൂ വാനിഷിംഗ് ക്രീം എന്താണ് എന്നുള്ളത്. അവിടെ നമ്മൾ എന്തെന്നാ പഠിച്ചത്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആണ് വാനിഷിംഗ് ക്രീം എന്ന് പഠിച്ചില്ലേ? അപ്പൊ അത് തന്നെയാണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആണ് ആര്? വാനിഷിംഗ് ക്രീം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ ഇമൾഷൻ സ്റ്റേബിൾ വിത്ത് എഗ് ഓൾക്ക്? എന്തുകൊണ്ടാണ് എഗ് ഓൾക്കിൽ ഇമൾഷൻ സ്റ്റേബിൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ ഇറ്റ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെസിത്തിൻ ഇൻ ഇറ്റ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ഇറ്റ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ ഇറ്റ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച് എഗ് ഓൾക്കിൽ ആരുണ്ട് എന്ന് നമ്മൾ പഠിച്ചു? ലെസിത്തിൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലേ? എഗ് ഓൾക്കിൽ ലെസിത്തിൻ പ്രസന്റ് ആണ് എന്ന് പഠിച്ചു അല്ലേ? അപ്പം ഇപ്പൊ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ ഇറ്റ് എന്നല്ല, എഗ് ഓൾക്കിൽ മെയിൻ ആയിട്ടും ആരുടെ പ്രസൻസ് ആണ് ഉള്ളത്? ലെസിത്തിന്റെ പ്രസൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെസിത്തിൻ ഇൻ ഇറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെസിത്തിൻ ഇൻ ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. ലെസിത്തിൻ ഈസ് എഗ് ഓൾക്ക് ആക്ട് ആസ് എ നാച്ചുറൽ ഇമൾസിഫയർ. എഗ് ഓൾക്ക് എന്താണ്? ഒരു നാച്ചുറൽ ഇമൾസിഫയർ ആണ്.
സ്റ്റെബിലൈസിങ് ദ ഇമൾഷൻ ബൈ റെഡ്യൂസിങ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ഫേസ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? റെഡ്യൂസിങ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ. ആരൊക്കെ തമ്മിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ നോക്കൂ. ഡിസ്പേഴ്സ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ഫേസിന്റെ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലെസിത്തിൻ ഈസ് ഇൻ എൽഗോൾക്ക് ആക്ട് ആസ് നാച്ചുറൽ ഇമൾസിഫയർ. എഗ്ഗോൾക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ലെസിത്തിൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു നാച്ചുറൽ ഇമൾസിഫയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇമൾഷൻ ഇൻറ്റു ദ കോൺസ്റ്റിറ്റ്യൂൻസ് കാൾഡ്? എന്താണ് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇമൾഷൻ ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ് കാൾഡ്? ഇമൾസിഫയിങ് ഏജന്റ്, സെൻട്രിഫ്യൂഗേഷൻ, ഡി ഇമൾസിഫിക്കേഷൻ, ഇമൾസിഫിക്കേഷൻ. ഇവിടെ എന്ന് പറയുന്നത് ഡി ഇമൾസിഫിക്കേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് എമൾഷൻ ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ്? ആ കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്ന് ഇമൾഷൻ എന്ത് ചെയ്യുന്നത്? ആ ഇമൾഷൻസിൽ നിന്നും ആ കോൺസ്റ്റിറ്റ്യൂൻസ് സെപ്പറേറ്റ് ആവുന്നതിന് എന്താണ്? ഡി ഇമൾസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ഡി ഇമൾസിഫിക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞത്? ദിസ് ടേം സ്പെസിഫിക്കലി റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ആൻ ഇമൾഷൻ ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ് ഓർ ഫേസസ്. എന്താണ് ആ ഇമൾഷൻ? എന്താണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ ഫേസിൽ നിന്നും സെപ്പറേറ്റ് ആവുന്ന, അതൊരു കറക്റ്റ് ഒരു ടേം ആണ് കേട്ടോ. അതിൽ നിന്നും സെപ്പറേറ്റ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡി ഇമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇമൾഷൻ ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസീസ് കാൾഡ് എന്താണ്? ഡി ഇമൾസിഫിക്കേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഇമൾഷൻ ഈസ് ഫാൾസ്? ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഇമൾഷന്റെ കാര്യത്തിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമൾഷൻ കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻറ്റു ദെയർ കോൺസ്റ്റിറ്റ്യൂൻസ് ലിക്വിഡ്. ഇമൾഷൻ ഷോ ബ്രൗണിയൻ മോഷൻസ്. ഇമൾഷൻ ഷോ Tyndall effect. Emulsions exhibit properties like electrophoresis and coagulations. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഇമൾഷൻ കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻറ്റു ദെയർ കോൺസ്റ്റിറ്റ്യൂന്റ് ലിക്വിഡ്സ് എന്നാണ്. Emulsion cannot be separated into their constituents liquid. Emulsion can indeed be separated into their constituents liquid through the various method. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. എന്താണ്? വേരിയസ് മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഇമൾഷനെ എന്ത് ചെയ്യും? പല പല രീതിയിലേക്ക് നമുക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആക്കിയായിട്ട് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇമൾഷൻ കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻറ്റു ദെയർ കോൺസ്റ്റിറ്റ്യൂൻസ് ലിക്വിഡ്. അപ്പം നമുക്ക് അങ്ങനെ തീർച്ചയായിട്ടും സെപ്പറേറ്റ് പ്രോസസ്സ് വഴി ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഇമൾഷനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ കോമ്പൗണ്ടിങ് ആൻ ഇമൾഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഫ്ലേവറിംഗ് ഏജന്റ്, ദ ഫ്ലേവറിംഗ് ഏജന്റ് ഷുഡ് ബി ഇൻ ദ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, കുറേ സസ്പെൻഷനും ഇമൾഷനും നമ്മൾ പഠിച്ചു. അപ്പം അതിലൊക്കെ എന്താണ് നമ്മൾ ഈ ഫ്ലേവറിങ് ഏജന്റും കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവറിംഗ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യുമെന്ന് പഠിച്ചു അല്ലേ. നമ്മളിപ്പോൾ ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ടേസ്റ്റും ഒക്കെ കിട്ടാനും അല്ലെങ്കിൽ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവറിംഗ് ഏജന്റിനെ ആഡ് ചെയ്യും. അപ്പം അത് വെൻ ദ കോമ്പൗണ്ടിങ് ആൻഡ് ഇമൾഷൻ ദാറ്റ് കണ്ടെയ്ൻ എ ഫ്ലേവറിംഗ് ഏജന്റ്, ദ ഫ്ലേവറിംഗ് ഏജന്റ് ഷുഡ് ബി ഇൻ ദ കണ്ടിന്യൂസ് ഫേസ്, ഡിസ്കണ്ടിന്യൂസ് ഫേസ്, അക്യൂസ് ഫേസ്, ഓയിൽ ഫേസ്. അത് ഏത് ഫേസ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവറിംഗ് ഏജന്റ് ഷുഡ് ബി ഇൻ ഏത് ഫേസിലുള്ളതായിരിക്കും? കണ്ടിന്യൂസ് ഫേസിലുള്ളതോ, ഡിസ്കണ്ടിന്യൂസ് ഫേസിലുള്ളതോ, അല്ലെങ്കിൽ ഓയിൽ ഫേസിലുള്ളതോ, ഏത് ഫേസ്, അല്ലെങ്കിൽ അക്യൂസ് ഫേസിലുള്ളതോ, ഏത് ഫേസിലുള്ളതാണ്? അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലേവറിംഗ് ഏജൻസ് ഒക്കെ എല്ലാം എന്തായിരിക്കണം? അക്യൂസ് ഫേസിലുള്ളതായിരിക്കണം എന്നല്ലേ? അക്യൂസ് ഫേസിലുള്ളതായിരിക്കണം എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം നമ്മുടെ ഫ്ലേവറിംഗ് ഏജന്റ് എല്ലാം എന്തായിരിക്കണം? അക്യൂസ് ഫേസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ഫേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഡിസ്കണ്ടിന്യൂസ് ഫേസ് നോക്കാം. The discontinuous phase in an emulsion consists of the dispersed phase droplets. അതാ ഡിസ്കണ്ടിന്യൂസ് ഫേസിൽ എന്താണ്? ഇമൾഷൻ എന്തായിരിക്കണം? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡ്രോപ്ലെറ്റ്. അവിടെ കൺസിസ്റ്റ് ഓഫ് ഇമൾഷൻ എന്താണ്? ദിസ് ഡിസ്കണ്ടിന്യൂസ് ഫേസ് ഓഫ് ആൻ ഇമൾഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആസ് ഡ്രോപ്ലെറ്റ്. അവിടെ ഡിസ്പേഴ്സ്ഡ് ഡ്രോപ്ലെറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ അക്യൂസ് ഫേസിൽ നോക്കൂ.
ഇൻകോപ്പറേറ്റിംഗ് ദ ഫ്ലേവറിംഗ് ഏജന്റ് ഇൻ ടു ദ അക്വസ് ഫേസ് എൻഷുർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദ ഇമൽഷൻസ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലേവറിംഗ് ഏജന്റ് കറക്റ്റ് ആയിട്ട് ആ അക്വസ് ഫേസിൽ കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. എവിടെ, അക്വസ് ഫേസിൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അക്വസ് ഫേസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻകോപ്പറേറ്റിംഗ് ദ ഫ്ലേവറിംഗ് ഏജന്റ് ഇൻ ടു ദ അക്വസ് ഫേസ് എൻഷുർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദ ഇമൽഷൻ പ്രൊവൈഡിങ് എ കൺസിസ്റ്റന്റ് ടേസ്റ്റ്. അപ്പൊ അവ എന്ത് ചെയ്യും, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡിങ് ചെയ്യും. ഡൈ ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് ഇമൽഷൻ ഇൻ ദാറ്റ് വിച്ച് ഡൈ ഈസ് യൂസ്ഡ്. അപ്പം നമ്മൾ പഠിച്ചു ഡൈ ടെസ്റ്റിൽ ഏത് ഡൈ ആണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലേ. അത് സ്കാർലറ്റ് റെഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇമൽഷന്റെ ഡൈ ടെസ്റ്റിൽ നമ്മൾ ഏത് ഡൈ ആണ് ഉപയോഗിക്കുന്നത്, സ്കാർലറ്റ് റെഡ് ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൈ ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇമൽഷൻ ഇൻ ദാറ്റ് വിച്ച് ഡൈ ഈസ് യൂസ്ഡ്. നമ്മൾ ഐഡന്റിഫൈ ദ ഇമൽഷന്റെ ക്ലാസ്സിൽ നമ്മൾ ഇമൽഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡൈ ആണ് ഉപയോഗിക്കുന്നത്, അവിടെ സ്കാർലറ്റ് റെഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻ കണ്ടക്ടിവിറ്റി ടെസ്റ്റ്, ഇഫ് ദ ബൾബ് ഗ്ലോ ഓൺ പാസിംഗ് ദ ഇലക്ട്രിക് കറണ്ട്, സോ വാട്ട് വുഡ് ബി ദ ടൈപ്പ് ഓഫ് ഇമൽഷൻ. എന്താണ്, നമ്മൾ നേരത്തെ ഏത് ടൈപ്പുള്ള ഓയിലിന് വാട്ടർ ടൈപ്പ് ആണോ അല്ലെങ്കിൽ വാട്ടറിന് ഓയിൽ ടൈപ്പ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഡൈ ടെസ്റ്റ്, കണ്ടക്ടിവിറ്റി ടെസ്റ്റ് ഒക്കെ നോക്കുന്നത്. അപ്പൊ ഈ കണ്ടക്ടിവിറ്റി ടെസ്റ്റ് നമ്മൾ പഠിച്ചു. എന്താണ്, ആ ഒരു ഇമൽഷന്റെ അകത്ത് എന്ത് ചെയ്യും, 2 ഇലക്ട്രോഡ് വയ്ക്കും, എന്നിട്ട് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടും. എന്നിട്ട് അതിന്റെ അറ്റത്ത്, ആ ഇലക്ട്രോണിന്റെ അറ്റത്ത് ഒരു ബൾബ് ഉണ്ടായിരിക്കും. ആ ബൾബ് കത്തുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ആണെന്നും അത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പും ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി കറക്റ്റ് ആയിട്ട് ഏതിലൂടെയാണ് പാസ് ചെയ്ത് പോണത്, ഒരു വാട്ടറാണ് ഒരു നല്ലൊരു കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയുടെ. അപ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷനിൽ ഓയിൽ എന്തായിരിക്കും, ഡിസ്പേസ്ഡ് ഫേസും വാട്ടർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫേസും ആയിരിക്കും അല്ലേ. അപ്പം അവിടെ കണ്ടിന്യൂസ് ഫേസ് ആരായിരിക്കും, നമ്മുടെ വാട്ടറാണ്. അപ്പം അതിലേക്കൂടെ എന്താണ്, ഇലക്ട്രിസിറ്റി കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകും. അപ്പം അത്തരം ഇമൽഷൻ എന്താണ്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷൻ ആയിരിക്കും. ഓക്കെ, ഓയിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള മീഡിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് കറണ്ട് പാസ് ചെയ്ത് പോയിട്ട് നമ്മുടെ ബൾബ് എന്ത് ചെയ്യുന്നത്, ഗ്ലോ ചെയ്യുന്നത് ഏത് മീഡിയത്തിലായിരിക്കും, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷനിലായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. If a bulb glow on passing electric current through the emulsion during the conductivity test, it indicates that the water is present in the continuous phase. അതെന്തായിരിക്കും, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷൻ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഫേസ് ഏതാണ്, വാട്ടർ ഒരു കണ്ടിന്യൂസ് ഫേസ് ആയിരിക്കും അവിടെ നിന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇൻ മൈക്രോ ഇമൽഷൻ ദ സൈസ് ഓഫ് ഗ്ലോബ്യൂൾസ് ആർ. മൈക്രോ ഇമൽഷനിൽ ആ ഒരു പാർട്ടിക്കിൾസിന്റെ ആ ഗ്ലോബ്യൂൾസിന്റെ സൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കൂ, 1 മൈക്രോമീറ്റർ, 0.1 മൈക്രോമീറ്റർ, 0.01 മൈക്രോമീറ്റർ, 10 മൈക്രോമീറ്റർ. അപ്പൊ അത് നമ്മൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഏതായിരിക്കണം, 0.01 മൈക്രോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ്, ഗ്ലോബ്യൂൾസിന്റെ സൈസ്. ഇൻ മൈക്രോ ഇമൽഷനിലാണ് കേട്ടോ. മൈക്രോ ഇമൽഷനിലെ ഗ്ലോബ്യൂൾസിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 0.01 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൾട്ടിപ്പിൾ ഇമൽഷൻ ക്യാൻ ബി ഡിസൈൻഡ് ആസ്. മൾട്ടിപ്പിൾ ഇമൽഷൻ ക്യാൻ ബി ഡിസൈൻഡ് ആസ്. അപ്പം നമ്മൾ 2 തരം മൾട്ടിപ്പിൾ ഇമൽഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പൊതുവേ പഠിച്ച 2 ഇമൽഷൻ ഏതൊക്കെയാണ്, 2 ടൈപ്പ് ഇമൽഷൻ, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. അത് കൂടാതെ മൾട്ടിപ്പിൾ ഇമൽഷൻ എന്ന് പഠിച്ചത് എന്താണ്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇൻ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇൻ വാട്ടർ. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമ്മുടെ മൾട്ടിപ്പിൾ ഇമൽഷൻ ഇവർ 2 പേരും വരും കേട്ടോ. ഈ ബിയും വരും സിയും വരും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഇമൽഷൻ എന്ന് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അപ്പം ഇതിൽ 2 ഉണ്ടല്ലേ, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇൻ വാട്ടർ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇൻ ഓയിൽ. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഇമൽഷൻ ഈസ് മെയിൻലി യൂസ് ഫോർ ദ ടേസ്റ്റ് മാസ്കിംഗ് പർപ്പസ്. എന്താണ്, വിച്ച് ഇമൽഷൻ ഈസ് മെയിൻലി യൂസ് ഫോർ ടേസ്റ്റ് മാസ്കിംഗ് പർപ്പസ്.
മൾട്ടിപ്പിൾ ഇമൾഷൻ, വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ്, മൈക്രോ ഇമൾഷൻ, ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ്. മെയിൻ ആയിട്ട് നമ്മളെ ടേസ്റ്റ് മാസ്കിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ഇമൾഷൻസ് ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഇമൾഷൻ ആണ് മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച ബിറ്റർ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ഒരു നോസിയ, വോമിറ്റിങ് അതൊക്കെ ടെൻഡൻസി തോന്നുന്നതൊക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് കൂടുതൽ സഹായം തേടുന്നത്? മൾട്ടിപ്പിൾ ഇമൾഷൻ്റെ സഹായമായിരിക്കും തേടുന്നത് അല്ലേ. നോക്കാം മൾട്ടിപ്പിൾ ഇമൾഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. മൾട്ടിപ്പിൾ ഇമൾഷൻ ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ദ ടേസ്റ്റ് മാസ്കിംഗ് പ്രോസസ്സ്. അവരെന്തിനാണ് അവരെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? ടേസ്റ്റ് മാസ്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് മാസ്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു എൻകാപ്സുലേറ്റ് അൺപ്ലസന്റ് ടേസ്റ്റിംഗ്. അവ എന്ത് ചെയ്യുന്നു? നമ്മുടെ അൺപ്ലസന്റ് ടേസ്റ്റിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നു അല്ലെ. എൻകാപ്സുലേറ്റ് ചെയ്യുന്നു എന്തിനെ? അൺപ്ലസന്റ് ടേസ്റ്റിനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ആരുപയോഗിക്കുന്നത്? മൾട്ടിപ്പിൾ ഇമൾഷൻ ആയിരിക്കും ടേസ്റ്റ് മാസ്കിംഗ് പ്രോസസ്സിനെ ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കാം, വിസ്കോസിറ്റി ഓഫ് കണ്ടിന്യൂസ് ഫേസ് ഇൻക്രീസസ് സോ ക്രീമിങ്. അപ്പം നമ്മുടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രീമിങ് എന്ത് സംഭവിക്കുമെന്നാണ്? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രീമിങ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവും കേട്ടോ, കുറയും. വിസ്കോസിറ്റി കൂടുമ്പോൾ ക്രീമിങ് ഉണ്ടാവുന്നതിന്റെ ചാൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും കേട്ടോ. അത് വിസ്കോസിറ്റി ഓഫ് കണ്ടിന്യൂസ് ഫേസ് ഇൻക്രീസ് സോ ദ ക്രീമിങ് ഈസ് ഡിക്രീസ്. അവിടെ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഇൻ കേസ് ഓഫ് കൊയാലസെൻസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ. കൊയാലസെൻസ് എന്താണ് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു. അപ്പം ഇവിടെ കൊയാലസെൻസ് എന്താന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് നോക്കാം. Dispersed droplet does not fuse. Globule size decrease. Number of globules increase. Dispersed droplet tend to fuse. നോക്കാം, ഡിസ്പേഴ്സ്ഡ് ഡ്രോപ്ലെറ്റ് ഡസ് നോട്ട് ഫ്യൂസ്. അല്ല, കൊയാലസെൻസ് എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എന്ന് പഠിച്ചു. അപ്പൊ അതല്ല നമ്മൾ ഉറപ്പിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഗ്ലോബ്യൂൾ സൈസ് ഡിക്രീസ്. ഗ്ലോബ്യൂൾ സൈസ് എന്തുകൊണ്ടാണ് ഡിക്രീസ്? വെറുതെ ഡിക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതും അല്ല, ഗ്ലോബ്യൂൾ സൈസ് ചുമ്മാതെ അങ്ങ് ഡിക്രീസ് ആവുകയൊന്നും അല്ല ചെയ്യുന്നത്. പിന്നും എന്താണ്, അവിടെ ഡിക്രീസും അല്ല സംഭവിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു? ഇൻക്രീസ് ആണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. സൈസിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത നോക്കാം, നമ്പർ ഓഫ് ഗ്ലോബ്യൂൾസ് ഇൻക്രീസ്. എന്താണ്? ഗ്ലോബ്യൂൾസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുമെന്ന്. അപ്പൊ അതും അല്ലല്ലേ, നമ്പർ ഓഫ് ഗ്ലോബ്യൂൾസ് അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അതും അല്ല കൊയാലസെൻസ്. ഡിസ്പേഴ്സ്ഡ് ഡ്രോപ്ലെറ്റ് ടെൻഡ് ടു ഫ്യൂസ്. അതെ, ഇതാണ് സംഭവിക്കുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ചെറിയ ഗ്ലോബ്യൂൾസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു വലിയ ഗ്ലോബ്യൂൾസ് ആണ് ഉണ്ടാവുന്നതാണ് കൊയാലസെൻസ് എന്നല്ലേ. ഇതാണ് നമ്മൾ കറക്റ്റ്. രണ്ട് ചെറിയ ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് അവ തമ്മിൽ ചേർന്ന് ഒരു വലിയ ഗ്ലോബ്യൂൾസ് ആയി മാറുന്നതാണ് കൊയാലസെൻസ് എന്ന് പഠിച്ചു. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഡ്രോപ്ലെറ്റ് ടെൻഡ് ടു ഫ്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ ക്രീമിംഗ് ടേക്ക് പ്ലേസ് അറ്റ്. ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷനിൽ ക്രീമിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതാണ്? ഡൗൺ സൈഡ്, അപ്പ് സൈഡ്, അറ്റ് ഇന്റർഫേസ് ബിറ്റ്വീൻ ടു ഫേസ്, നൺ ഓഫ് ദ എബോവ്. ഇത്രയും അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ക്രീമിങ് എവിടെ സംഭവിക്കുമ്പോൾ? ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷനിൽ സംഭവിക്കുമ്പോൾ. അവിടെ അപ്പോഴത്തേക്ക് അത് ഏത് മൂവ്മെന്റ്സ് ആണെന്ന്, അപ്വേഡ് ആണോ ഡൗൺ വേഡ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കറികളൊക്കെ വയ്ക്കും, നമ്മൾ കറികളിലൊക്കെ കടുക് വറുക്കും എന്നുള്ള പ്രോസസ്സ് ചെയ്യാറുണ്ടല്ലേ, എല്ലാവരും ചെയ്യും. വീടുകളിലൊക്കെ കറികൾ വയ്ക്കുമ്പോഴത്തേക്ക് എണ്ണ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ കറികളിൽ ലാസ്റ്റ് ഈ എണ്ണ ഏത് സൈഡിലായിരിക്കും തെളിഞ്ഞു കാണുന്നത്? നമ്മുടെ കറികളുടെ മുകൾ ഭാഗത്തായിരിക്കും അല്ലേ എണ്ണ കൂടുതലും തെളിഞ്ഞിങ്ങനെ ഒരു തെളിഞ്ഞൊരു ലെയർ പോലെ കിടക്കുന്നത് അല്ലേ. മിക്കവാറും ഒക്കെ മിക്ക കറികളിലും മുകളിലായിരിക്കും എണ്ണ തെളിഞ്ഞു കിടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ എന്താണ്? അപ്സൈഡ് ആണ് കേട്ടോ, മുകളിലേക്കാണ് അത് പോകുന്നത്. ആ ക്രീമിങ് എങ്ങോട്ടാണ് സംഭവിക്കുന്നത്? മുകളിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ആ എക്സാമ്പിൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് അപ്സൈഡ് ആണ് സംഭവിക്കുന്നത്. ക്രീമിംഗ് ഈസ് ആൻ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്
ഇമൾഷൻ ടിപ്പിക്കലി ടേക്ക് പ്ലേസ് അറ്റ് ദ അപ്പർ സൈഡ് ഓഫ് ദ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിന്റെ എവിടെയാണ് സംഭവിക്കുന്നത്? അപ്പർ സൈഡിലേക്കായിരിക്കും സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കൂ. where the oil droplets accumulate due to their lower density. ഓയിൽ ഡ്രോപ്ലെറ്റ് എന്ത് ചെയ്യും? അവ തമ്മിൽ അക്യുമുലേറ്റ് ചെയ്യും. എന്തുകൊണ്ട്? അവയുടെ ലോവർ ഡെൻസിറ്റി കാരണം അവ തമ്മിൽ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് മുകളിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർഷൻ ഓഫ് വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ് ഇമൾഷൻ ഇൻറ്റു ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആൻഡ് വൈസ് വെർസ ഈസ് നോൺ ആസ് എന്നാണ് വായിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ, വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ് ഇമൾഷൻ എന്തായിട്ട് മാറും? ഒന്നുകിൽ ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആയിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആയിട്ട് മാറും. ഒന്നുകിൽ അങ്ങോട്ട് മാറാം, അതല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും മാറാം. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണെന്നാ പഠിച്ചത്? ഫേസ് ഇൻവേർഷൻ ആണ് എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്താണ്? ഫേസ് ഇൻവേർഷൻ ആണ്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആയിട്ട് മാറും. അതുപോലെ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ചാൻസ് ഉണ്ട്. ആ ഒരു ഇതിനെ എന്താ പറയുന്നത്? ഫേസ് ഇൻവേർഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ സ്കാർലറ്റ് റെഡ് വിൽ ഇമ്പാർട്ട് കളർ ടു. നമ്മൾ നേരത്തെ പഠിച്ചു, ഈ ഡൈ ടെസ്റ്റ് നമ്മൾ പഠിച്ചു. ആ ഡൈ ടെസ്റ്റിലാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു? സ്കാർലറ്റ് റെഡിനെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു ഇല്ലേ? പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ആരെ ആഡ് ചെയ്യും? സ്കാർലറ്റ് റെഡിനെ ആഡ് ചെയ്യും. എവിടെ ആഡ് ചെയ്യും? ഡൈ ടെസ്റ്റിൽ ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ആണോ വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ് ഇമൾഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. അവിടെ ഓയിൽ ഗ്ലോബ്യൂൾസ്, അക്വസ് ഫേസ്, കംപ്ലീറ്റ് ഇമൾഷൻ, നൺ ഓഫ് ദ എബോ. അപ്പൊ ഇവിടെ ആരിലാണ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ സ്കാർലറ്റ് റെഡ് വിൽ ഇമ്പാർട്ട് കളർ ടു. അപ്പൊ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ ഓയിൽ ഗ്ലോബ്യൂൾസിനാണോ കളർ വരുന്നത്? അക്വസ് ഫേസിനാണോ കളർ വരുന്നത്? കംപ്ലീറ്റ് ഇമൾഷനാണോ കളർ വരുന്നത്? അതല്ലെങ്കിൽ ഇവയൊന്നും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷൻ ആണെങ്കിൽ ഗ്ലോബ്യൂൾസ് കളർ ആവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർലെസ് ആയിരിക്കും എന്ന് പഠിച്ചു ഇല്ലേ? ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ഇമൾഷനിൽ സ്കാർലറ്റ് റെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്ലോബ്യൂൾസുകളെല്ലാം കളറുള്ളതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർലെസ്സും ആണ് എന്നാണ് പഠിച്ചത്. പിന്നെ വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ് ആണെങ്കിൽ ഇത് നേരെ തിരിച്ചും സംഭവിക്കുമെന്ന് പഠിച്ചു അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ആരാണ്? ഓയിൽ ഗ്ലോബ്യൂൾസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഓയിൽ സോല്യൂബിൾ സർഫാക്റ്റന്റ്. ഓയിൽ സോല്യൂബിൾ സർഫാക്റ്റന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നോക്കാം. ഹാവ് എ ഹൈ HLB വാല്യൂ. അടുത്ത നോക്കാം. ആർ ഹൈഡ്രോഫിലിക്സ്. ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇമൾസിഫയർ ടു പ്രൊഡ്യൂസ് വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻ. ആർ എഫിഷ്യന്റ് സോല്യുബിലൈസിങ് ഏജന്റ്. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഓയിൽ സോല്യുബിൾ സർഫാക്റ്റൻസ്. അപ്പൊ സർഫാക്റ്റൻസിന്റെ കാര്യമാണ് പഠിച്ചത്. അപ്പൊ സർഫാക്റ്റൻസ് നമ്മൾ അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇമൾഷന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സർഫാക്റ്റന്റിനെ ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഹാവ് എ ഹൈ HLB വാല്യൂ. ഓയിൽ സോല്യുബിൾ സർഫാക്റ്റൻസിന് ഹാവ് എ ഹൈ HLB വാല്യൂ. അപ്പൊ അത് മാത്രമൊന്നും അല്ല. ആർ ഹൈഡ്രോഫിലിക്, അതുമല്ല. ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇമൾസിഫയർ ടു പ്രൊഡ്യൂസ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻസ്. ആർ എഫിഷ്യന്റ് സോല്യുബിലൈസിങ് ഏജന്റ്. അത് എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു സോല്യുബിലൈസിങ് ഏജന്റും അല്ല. ഇവ എന്തിനു വേണ്ടിയിട്ടാണ് അവയെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കിച്ചാൽ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇമൾസിഫയർ. അവിടെ എന്താണ്? അവരെ നമ്മൾ ഒരു ഇമൾസിഫയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർഫാക്റ്റന്റിന് എന്താണ്? ഓയിൽ സോല്യുബിൾ സർഫാക്റ്റന്റിനെ നമ്മൾ ആരായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇമൾസിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ. അവിടെ ആരായിട്ട് നമ്മൾ അവയെ യൂസ് ചെയ്യും? എമൾസിഫയർ ആയിട്ട് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൾഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമൾസിഫയർ ആയിട്ടായിരിക്കും നമ്മൾ അവിടെ ആരെ യൂസ് ചെയ്യുന്നത്? ഓയിൽ സോല്യുബിൾ സർഫാക്റ്റന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
can be used as an emulsifier to produce water in oil emulsion. Oil soluble surfactants are indeed used as emulsifier. അവർ ആരായിട്ട് യൂസ് ചെയ്യും? ഇമൾസിഫയർ ആയിട്ട് യൂസ് ചെയ്യും. ടു സ്റ്റെബിലൈസ് ദ വാട്ടർ ഇൻ ഓയിൽ ഇമൾഷൻസ്. ആരെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? വാട്ടർ ഇൻ ഓയിൽ ഇമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ റെഡ്യൂസിങ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ. എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഇന്റർഫേഷ്യൽ ടെൻഷനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും ബിറ്റ്വീൻ ദ ഓയിൽ ആൻഡ് വാട്ടർ ഫേസ്. ആരൊക്കെ തമ്മിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷനെയാണ് അവർ റെഡ്യൂസ് ചെയ്യുന്നത്? വാട്ടറും ഓയിലും തമ്മിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷനെയാണ് എന്ത് ചെയ്യുന്നത്? അവര് റെഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പാൻ 89 ഈസ് ഗിവൺ ടു. എന്താണ് സ്പാൻ 80 എന്ന് പറഞ്ഞാൽ? എന്താണ് സ്പാൻ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോർബിറ്റാൻ മോണോ ഒലിയേറ്റ് ആണ് സ്പാൻ 80 എന്ന് പറയുന്നത്. സ്പാൻ 80 എന്ന് പറയുന്നത് ഏതാണ്? സോർബിറ്റാൻ മോണോ ഒലിയേറ്റ് ആണ് സ്പാൻ 80 എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ടീൻ 80 ഹാസ് HLB വാല്യൂ. നമ്മുടെ HLB വാല്യൂ നമ്മൾ പഠിച്ചപ്പോൾ ഒരു ചാർട്ട് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? അപ്പോൾ ആ ചാർട്ട് നോക്കുക. ആ ചാർട്ടിൽ ഓരോ സർഫാക്റ്റൻസിനും ഓരോ തരം HLB വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ HLB വാല്യൂവിൽ ട്യൂൻ 80യുടെ HLB വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് 15 ആണ് കേട്ടോ. ട്യൂൻസ് 80യുടെ HLB വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. HLB സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ. എന്താണ് HLB സിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നത്? എന്താണ്? സർഫാക്റ്റന്റ്, പെർഫ്യൂംസ്, കളേഴ്സ്, നൺ ഓഫ് ടൈപ്പോ? ഇല്ല, സർഫാക്റ്റന്റ് ആണല്ലേ. സർഫാക്റ്റന്റിന്റെ HLB വാല്യൂസ് അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സർഫാക്റ്റന്റിന്റെ HLB വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ HLB സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ എന്താണ്? സർഫാക്റ്റന്റ് ആണ്. അല്ല, അടുത്ത് നോക്കൂ, ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ടു സ്റ്റെബിലൈസ് ദ ഇമൾഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് സർഫാക്റ്റന്റ് എന്നാണ് നമ്മൾ ഒരുപാട് വട്ടം പറയുന്നതാണ്. എബിലിറ്റി ടു സ്റ്റെബിലൈസ് ദ ഇമൾഷൻ. എമൾഷന്റെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സർഫാക്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? വിച്ച് ഡിറ്റർമിൻ ദെയർ ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ ലിപ്പോഫിലിക് ബാലൻസ്. എന്താണ്? അവയുടെ ആ ഇമൾഷനുമായിട്ടുള്ള ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ വാട്ടർ ലവബിൾ അല്ലെങ്കിൽ വാട്ടർ ഹേറ്റിംഗ് ബാലൻസും കൂടെ എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ HLB വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ദ യൂസ് ഓഫ് HLB സ്കെയിൽ ഈസ് ടു ഡിറ്റർമിൻ ടു ഡിസൻറ്റഗ്രേഷൻ ടൈം ഓഫ് ടാബ്ലറ്റ്. അതല്ല അല്ലേ, ടാബ്ലറ്റ് അല്ല, നമ്മളിപ്പോൾ ഏതാ പഠിക്കുന്നത്? ഇമൾഷന്റെ കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഹാർഡ്നെസ് ഓഫ് ക്യാപ്സ്യൂൾസ് അല്ല, ഫൈനസ് ഓഫ് പൗഡർ അതും അല്ല, സ്റ്റെബിലിറ്റി ഓഫ് ഇമൾഷൻ അല്ലേ. ഇമൾഷന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ HLB വാല്യൂ അല്ലെങ്കിൽ HLB സ്കെയിൽ എന്ന് പഠിച്ചു. അതെന്താണ്? ഇമൾഷന്റെ സ്റ്റെബിലിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിപ്മെന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫൈൻ ഇമൾഷൻ. ഏത് ഇക്വിപ്മെന്റ്സ് ആണ് ഫൈൻ ഇമൾഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിപ്മെന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫൈൻ ഇമൾഷൻസ്. ഏതാണ്? അൾട്രാസോണിക് വൈബ്രേറ്റർ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്? അൾട്രാസോണിക് വൈബ്രേറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമൾഷനുമായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ മുന്നേ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ അത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക, നന്നായിട്ട് പഠിച്ച് സമാധാനത്തോടെ പോയിട്ട് എക്സാം എഴുതുക കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ.